അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. അമ്മ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു. ജനറൽ ബോഡിയിലെ തർക്കത്തിനിടയിലാണ് നാടകീയ രാജി. 9 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. രമേശ് പിഷാരടിയാണ് കൺവീനർ. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും പെട്ടെന്നുണ്ടായ അമ്മയുടെ തലപ്പത്ത് പെട്ടെന്നുണ്ടായ ഈ നാടകീയ രാജിയിൽ എന്താണ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം? അതുപോലെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയിൽ രമേശ് പിഷാരടി കൺവീനറായ കമ്മിറ്റിയിൽ മറ്റാരെല്ലാമാണ് അംഗങ്ങൾ? ചരിത്രത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഭരണസമിതിയാണ് ഇന്ന് രാജിവെച്ചത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഒരു വർഷം മുൻപ് രൂപീകരിച്ച ആ ഭരണസമിതി നിരന്തരം വിവാദങ്ങളിൽ പെടുന്നത് നാം കണ്ടിരുന്നു. അതിനിടയിലാണ് ഇന്ന് അവരുടെ വാർഷിക യോഗമുണ്ടായിരുന്നു. ആ വാർഷിക യോഗത്തിൽ ഈ ഒരു വർഷത്തെ വരവ് ചിലവ് കണക്കുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തർക്കം വരികയും പിന്നീട് മുൻ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നേതാക്കൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിക്കുന്നത്. വൈകാരികമായി തന്നെ ഒരു രാജി പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് 17 അംഗങ്ങളും രാജി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ പുതിയ അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിക്കാനുള്ള ചുമതല നടനും മുതിർന്ന മുൻപ് വലിയ രീതിയിൽ തന്നെ ഇത്തരം സമൂഹ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിരുന്ന ജഗദീഷിനെ അതിനെ ചുമതല നൽകിയിരുന്നു. ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ചർച്ച നടത്തിയാണ് പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ പാലക്കാട് നിന്നുള്ള MLAയും മുൻപ് ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച് കേരളീയർക്ക് തന്നെ സുപരിചിതനുമായ രമേശ് പിഷാരടിയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൺവീനറായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ സിദ്ദീഖ് അടക്കമുള്ള 9ഓളം അംഗങ്ങളാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ളത്. അതിനുശേഷം ഈ കമ്മിറ്റിക്ക് 4 മാസമാണ് ചുമതലയുള്ളത്. ആ 4 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് വരിക. എന്തായാലും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ നടക്കും. എന്തായാലും വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ഒരു ഭരണകാലം തന്നെയായിരുന്നു ഈ ശ്വേതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അൻസിബയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അത് പുറത്ത് കേസായി തന്നെ വരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ടിന്നി ടോം അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നു. ആ കാലഘട്ടത്തിലെല്ലാം ശ്വേത പറഞ്ഞത് അതൊരു ഒറ്റപ്പെടുത്തി തന്നെ പുറത്താക്കാനുള്ള നീക്കമായിരുന്നു. അങ്ങനെ രീതിയിൽ പ്രതിരോധമുണ്ടായിരുന്നെങ്കിൽ ഇന്നുള്ള കമ്മിറ്റിയിൽ ഏകപക്ഷീയമായി തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്കെല്ലാം ശ്വേത പോകുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ശ്വേത ഒരു നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നു. മുൻകാലങ്ങളിൽ കുറ്റാരോപിതരായി പുറത്തുപോയ ചിലർ ഈ സംഘടനയെ പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തനിക്ക് പുറത്തു പോകേണ്ടി വന്നതെന്നും ശ്വേത വ്യക്തമാക്കുമ്പോൾ ശ്വേത ഈ ഭരണസമിതിയിൽ നിന്ന് മാത്രമല്ല രാജിവെച്ചത്, അവരുടെ ഈ അമ്മ സംഘടനയിൽ പ്രാഥമിക അംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നാം കണ്ടതാണ്, ഈ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഈ ഇരയോടൊപ്പം നിൽക്കാൻ ഈ സംഘടനയിലെ പലരും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പല മുതിർന്ന അതോടൊപ്പം തന്നെ പല ആ കാലത്തെ യുവ നടികളെല്ലാം നായികമാരെല്ലാം രാജിവെച്ച് പോകുന്നത് കണ്ടിരുന്നു. ഒരു കൂട്ടരാജി തന്നെ അന്ന് നാം കണ്ടതാണ്. അത്തരത്തിലൊരു കൂട്ടരാജി ഈ തർക്കത്തിലും ഉണ്ടാകുമോ എന്നാണ് നാം ഇനി കാണേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിക്കുന്നു. ആദ്യം ശ്വേത പ്രഖ്യാപിക്കുന്നു, പിന്നീട് ആ കമ്മിറ്റി തന്നെ രാജിവെക്കുന്നു. ജഗദീഷ് ചുമതല ഏറ്റെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചർച്ച നടത്തി ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിശ്ചയിക്കുന്നു. അതിൻ്റെ തലവനായി ഇപ്പോൾ രമേശ് പിഷാരടിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇനിയുള്ള കാലത്ത് രമേശ് പിഷാരടിക്ക് ഈ സംഘടനയെ ഈ 4 മാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചുമതലയിലേക്ക് ഗണേഷ് കുമാറിൻ്റെ എല്ലാം പേര് ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും പുതിയൊരു നേതൃത്വം വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതോടൊപ്പം തന്നെ നിലവിലെ പല പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും രാജിവെച്ച് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.